ഈ വിൻറ്റേജ് കാർ എങ്ങനെ നമ്മൾ പണിതു എന്നുള്ളതാണെന്ന് കാണിക്കാൻ പോകുന്നത്. ഈ കാണുന്നത് കാറിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്രില്ലാണ്. സ്ക്വയർ പൈപ്പിൽ വെൽഡ് ചെയ്തെടുത്താണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ ടയർ എന്ന് പറയുന്നത് പണ്ടത്തെ ബുള്ളറ്റിൻ്റെ ടയർ പോലെയാണ്. ഫൈബറിലാണ് നമ്മളിത് പണിതിട്ടുള്ളത്. ഇതിൻ്റെ മൺകാട് പണിതെടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടിയത്. കാരണം പഴയ കാറിൻ്റെ മൺകാട് ഭയങ്കര വ്യത്യാസമുണ്ട്. കളിമണ്ണിൽ നമ്മളൊരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിനെ ഫൈബറിലേക്ക് മാറ്റിയെടുത്ത് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. കാറിൻ്റെ ഫ്രണ്ടിലുള്ള ബമ്പർ ഒരു പ്രത്യേകതരം ബമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബമ്പർ നമ്മൾ അങ്ങോട്ട് സ്റ്റീലിൽ തന്നെ അങ്ങോട്ട് പണിതെടുത്തു. വണ്ടിയുടെ ഓരോ ഭാഗങ്ങളും ഫിറ്റ് ചെയ്യാനാണെങ്കിൽ ഇതേത് ഈ കിടക്കുന്ന 8 ബോൾട്ട് അത്രയും വേണം. ഇതിന് ഓരോന്നെടുത്ത് വണ്ടി നിർത്താനുള്ള ബേസ്മെന്റ് തുടങ്ങി അവസാനം വരെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പുലികൾ ഉറക്കളച്ച് പണിതിട്ടാണ് ഈ കാണുന്ന നമ്മുടെ കാറ് ഇങ്ങനെ ആയിരിക്കുന്നത്. വണ്ടി നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലും കാണുമ്പോൾ ചെറുതായിരിക്കും, പക്ഷെ അത്ര ചെറുതല്ല. ഇത് 25 അടി നീളമുണ്ട് നമ്മുടെ കാറിന്. കാറിലാണെങ്കിൽ 5 തരം നായകളെയാണ് കയറ്റി വെച്ചിരിക്കുന്നത്. ഡോബർമാനും ഹസ്കിൻ ഡാൽമേഷ്യനും തുടങ്ങി അങ്ങനെ 5 പേരും സൂട്ടും കോട്ടൊക്കെ ധരിച്ച് നല്ല സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലെ ടയർ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യും. ഇത് വർക്ക് ചെയ്യുന്നത് കൂടി കണ്ടിട്ട് പൊക്കളൂട്ടാ. 2 മോട്ടറുകളാണ് ഇതിന് ചലിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇത് റോട്ടിൽ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, നമ്മൾ ഡിസ്പ്ലേ വെക്കാൻ വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വണ്ടിയുടെ ഒറിജിനലായിട്ട് നിങ്ങൾ മാച്ച് ചെയ്യേണ്ട. കാരണം ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ നിങ്ങൾ വരുത്തിയിട്ടുണ്ട്.